Welcome all of you this evening in the wonderful, exalted name, the name above all names, the name of the Lord Jesus Christ. എല്ലാ നാമത്തിലും മേലായ ഉയർത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സായാഹ്നത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. I want to thank my Jesus for bringing me to this beautiful city of Trivandrum. മനോഹരമായ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നതിനാൽ കർത്താവിന് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. Trivandrum is not a new place to me. തിരുവനന്തപുരം എനിക്ക് ഒരു പുതിയ സ്ഥലം അല്ല. Today God used me in different parts of Kerala among all the Malayali brothers sisters all over the world. ഇക്കാലത്ത് കേരളത്തിലും മാത്രമല്ല മലയാളി സഹോദരി സഹോദരന്മാരുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദൈവം എന്നെ ഉപയോഗിച്ചു വരുന്നു. But it all started from Trivandrum city. The first meeting I had was in Trivandrum city. അതെല്ലാം ആരംഭിച്ചത് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നായിരുന്നു. The way the Trivandrum people received me was such a blessing. I'm talking about nearly 13 years back. 13 വർഷക്കാലത്തിന് മുൻപ് തന്നെ തിരുവനന്തപുരം പട്ടണത്തിലുള്ള വിശ്വാസികൾ എന്നെ സ്വീകരിച്ച കാര്യം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And it's long time I lost touch with Trivandrum. I lost touch with Trivandrum for a long time. എന്നാൽ ദീർഘകാലമായി തിരുവനന്തപുരം പട്ടണവുമായിട്ടുള്ള ബന്ധം ഞാൻ വിട്ടുപോയി. But I'm so glad that God brought me back again. I'm so blessed to be back. I have fallen in love with the city of Trivandrum. വീണ്ടും തിരുവനന്തപുരം പട്ടണത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നല്ലോ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And not only me, ഞാൻ മാത്രമല്ല, my son is now 15. എന്റെ മകന് ഇപ്പോൾ 15 വയസ്സ് പ്രായമുണ്ട്. When he was 4-year-old, അവന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ 11 years ago, 11 വർഷങ്ങൾക്ക് മുൻപ് my son received the baptism with the Holy Spirit in Trivandrum city. തിരുവനന്തപുരം പട്ടണത്തിൽ വെച്ചാണ് പരിശുദ്ധാത്മ അഭിഷേകം അവൻ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. Hallelujah. Hallelujah. And my son is in the full-time ministry today. ഇന്ന് എന്റെ മകൻ പൂർണ്ണ സമയ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നു. At the age of 13, the Lord called him into full-time. He is in the full-time ministry. 13ാമത്തെ വയസ്സിൽ കർത്താവ് അവനെ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. But that began in Trivandrum again. അതും വീണ്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് ആരംഭിച്ചത്. And his first large meeting again was in Trivandrum in Polio home. അവന്റെ ഏറ്റവും വലിയ യോഗം അവൻ നടത്തപ്പെട്ടത് അതും ആരംഭത്തിൽ തിരുവനന്തപുരത്ത് പോളിയോ ഹോമിൽ വെച്ച് തന്നെ ആയിരുന്നു. So in that way Trivandrum is a blessing to me and my family. തിരുവനന്തപുരം എനിക്കും എന്റെ കുടുംബത്തിനും വളരെ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. And I welcome all the pastors, my co-workers. Thank you so much for coming. Thank you for all your prayer and your blessing. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ സഹകരണത്തിനായി എല്ലാ പാസ്റ്റർമാരെയും എല്ലാ സഹവിശ്വാസികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want you to know I have not come here to lift up one religion and to put down another religion. ഒരു മതത്തെ ഉയർത്തുന്നതിനും മറ്റൊരു മതത്തെ താഴ്ത്തി കെട്ടുന്നതിനുമല്ല ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. I have not come here to lift up one church, put down another church. ഒരു സഭയെ ഉയർത്തുന്നതിനും മറ്റൊരു സഭയെ താഴ്ത്തി കെട്ടുന്നതിനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. I have not come here to lift up one ministry, put down another ministry. ഒരു ശുശ്രൂഷയെ ഉയർത്തുന്നതിനും മറ്റൊന്നിനെ താഴ്ത്തി കാണുന്നതിനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. I have come here to lift up the name above all names, the name of Lord Jesus Christ. എല്ലാ നാമത്തിനും മേലായ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. Hallelujah. Hallelujah. We are come here to glorify his name. യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഇവിടെ വന്നിരിക്കുന്നു. And I want to tell you, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, I have not come from Karnataka to Kerala to preach about a dead Jesus Christ. മരിച്ച ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ വേണ്ടി ഞാൻ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നവൻ അല്ല. The Lord Jesus Christ, whom I serve, to whom I belong, whom I proclaim, he is not dead, he is alive. ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസ്താവിക്കുന്ന, ഞാൻ ഘോഷിക്കുന്ന യേശുക്രിസ്തു മരിച്ചവനല്ല, ഉയർത്തെഴുന്നേറ്റവൻ ആകുന്നു. Hallelujah. Hallelujah. And if you have not seen miracles in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ, you will see the miracles of Jesus Christ from today every night in this place. യേശുക്രിസ്തുവിനാലുള്ള അത്ഭുതങ്ങൾ ഈ ദിവസം തുടങ്ങി എല്ലാ നാളിലും നിങ്ങൾ ഇവിടെ കാണുവാൻ ദൈവം ഇടയാക്കും. Some of you may ask a question. നിങ്ങളിൽ ചിലർ ചോദ്യം ചോദിച്ചേക്കാം, But Rambabu, how can you say that miracles will happen? സഹോദരൻ രാംബാബു, നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയും അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന്? Very simple. വളരെ ലളിതമാകുന്നു. I can change. എനിക്ക് മാറുവാൻ കഴിയും, മാറ്റുവാൻ കഴിയും. You can change. നിങ്ങൾക്കും മാറുവാൻ സാധ്യതയുണ്ട്. Everyone can change. എല്ലാ ആളുകൾക്കും മാറ്റം സംഭവിക്കാം. But Jesus Christ the Lord is the same yesterday, today and forever. എന്നാൽ യേശുക്രിസ്തുവോ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Can I hear a loud amen? ആമേൻ. Hallelujah. Hallelujah.
I am believing for miracles. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. Miracles means അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ physical miracles, അത് ശാരീരിക അത്ഭുതങ്ങൾ, healing miracles, രോഗസൗഖ്യ അത്ഭുതങ്ങൾ, family miracles, കുടുംബ അനുഗ്രഹങ്ങൾ, financial miracles, സാമ്പത്തിക അത്ഭുതങ്ങൾ, church miracles, സഭപരമായ അത്ഭുതങ്ങൾ, miracles in every area of our lives. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ. Jesus is the miracle worker. യേശുക്രിസ്തു അത്ഭുതം ചെയ്യുന്നവൻ തന്നെ. Hallelujah. 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 And a very special appreciation to Brother Bibi. ഞാൻ സഹോദരൻ ബിബിക്ക് ഒരു പ്രശംസ പറയട്ടെ. The Harvest Ministries, Harvest TV Productions, Harvest Television and Productions. Brother Bibi has been traveling with me all over India. ഭാരതത്തിലുടനീളം സഹോദരൻ ബിബി എന്നോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. Wherever Rambabu goes, Bibi goes with me. എവിടെയെല്ലാം റാംബാവ് പോകുന്നുവോ റാംബാവിനോടൊപ്പം സഹോദരൻ ബിബിയും പോകുന്നു. You know, my ministry is mostly North India. എന്റെ ശുശ്രൂഷ കൂടുതലും വടക്കേ ഇന്ത്യയിൽ ആകുന്നു. We went through different challenges as we preach in North India. വടക്കേ ഇന്ത്യയിലെ അനേക വെല്ലുവിളി ഉണർത്തുന്ന പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ പ്രസംഗിക്കുവാൻ പോയി. But everywhere Brother Bibi was there with boldness, standing with me as I proclaim the gospel in the midst of all any kind of opposition. ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങളുടെ മധ്യയും വളരെ ധൈര്യത്തോടുകൂടി ബിബി ഞങ്ങളോടൊപ്പം ധൈര്യശാലിയായി നിലകൊണ്ടു. I appreciate Brother Bibi and all his team members for organizing this meeting. ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്ന സഹോദരൻ ബിബിയും സംഘാടകരുടെ സഹോദരനൊപ്പം സഹകരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I know I'm not a new man, but maybe there are people who don't know me. ഞാനൊരു പുതിയ വ്യക്തി അല്ല, ചില ആളുകളെങ്കിലും എന്നെ അറിഞ്ഞുകൂടാത്തവർ ഉണ്ടായിരിക്കാം. For them I want to introduce myself. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. My name is Rambabu. എന്റെ പേര് സഹോദരൻ രാംബാബു. You don't need Gabriel to come and tell you it is not a Christian name. ഒരു ക്രിസ്തീയ പേര് ആണ് റാംബാബു അല്ല എന്ന് പറയാൻ തക്കവണ്ണം ഒരു ഗബ്രിയേൽ ദൂതൻ വന്ന് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. I was born and brought up in a very strong Brahmin family. വളരെയധികം താത്വികമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഞാൻ വളർത്തപ്പെട്ടു. I used to hate Jesus Christ. ഞാൻ യേശുക്രിസ്തുവിനെ വെറുത്തിരുന്നു. You know, I thought Christianity is a Western religion. ക്രിസ്തീയ വിശ്വാസ പാതയൊക്കെയും പാശ്ചാത്യ നാട്ടിലേത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. And Jesus Christ is an American God. യേശുക്രിസ്തു അമേരിക്കൻ ദൈവം എന്ന് വിചാരിച്ചിരുന്നു. You know, I had all kinds of bad impressions about Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ച് തെറ്റായ ദോഷമായ ചിന്തകൾ ധാരാളം എനിക്കുണ്ടായിരുന്നു. You know, I even remember the times when Gideon's OM used to come and distribute New Testaments and sell the New Testaments. പുതിയ നിയമ പ്രതികളൊക്കെയും ഗിദിയോൻസും ബൈബിൾ സ്റ്റഡിയും ഒക്കെ ഞങ്ങളുടെ ഭാഗത്ത് വന്ന് വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I used to take the New Testament for the Gideon's people. ഗിദിയോൻ ആളുകളിൽ നിന്ന് ഞാൻ ഏത് പുസ്തകം അവരിൽ നിന്ന് വാങ്ങും. I used to tell them, please wait for a few minutes. അല്പനേരം നിങ്ങൾ കാത്തു നിൽക്കുന്നതിന് ഞാൻ അവരോട് പറയും. As they were waiting, അതിനുശേഷം I used to go to a nearby shop and buy kerosene. ഞാൻ അടുത്തുള്ള കടയിൽ പോയി മണ്ണെണ്ണ വാങ്ങുമായിരുന്നു. And dip the New Testament in kerosene. പുതിയ നിയമത്തെ മണ്ണെണ്ണയ്ക്കുള്ളിൽ അമർത്തിയിട്ട് light with a matchstick. അത് തീപ്പെട്ടി കൊണ്ട് കത്തിച്ച് as the Bible was burning, I used to throw the burning Bible up. വേദപുസ്തകം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കത്തുന്ന വേദപുസ്തകത്തെ വലിച്ച് എറിയുമായിരുന്നു. And I used to tell the Christians, ക്രിസ്തീയ വിശ്വാസികളോട് ഞാൻ പറയുമായിരുന്നു, if your God is alive, let him stop his book from being burnt. നിങ്ങളുടെ ദൈവം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈ നിങ്ങളുടെ പുസ്തകം കത്തുന്നതിനെ ദൈവം നിർത്തട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നു. I hated Jesus Christ with all my heart. എന്റെ ഹൃദയത്തിൽ ഞാൻ യേശുക്രിസ്തുവിനെ വെറുത്തിരുന്നു. But in the year 1983, എന്നാൽ 1983 Jesus touched me in his mercy. യേശുക്രിസ്തു തന്റെ കൃപയാൽ എന്നെ തൊട്ടു. And he changed my life. യേശുവിന്റെ ജീവിതത്തിന് രൂപാന്തരം നൽകി. 26 years ago, I met Jesus Christ. 36 വർഷത്തിന് മുമ്പ് ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. He changed my life. യേശുവിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. And today, he is using me to proclaim the same Bible which I burnt once upon a time. ഒരു കാലഘട്ടത്തിൽ ഞാൻ കത്തിച്ചാണ് അതേ വേദപുസ്തകത്തെ തന്നെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Oh, hallelujah. Hallelujah. What a merciful God he is. എത്ര കൃപാലുവായ ദൈവമാകുന്നു നമ്മുടെ ദൈവം. And today I've been in the ministry for past 22 years. കഴിഞ്ഞ 22 വർഷക്കാലമായി ഞാൻ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. And God in his mercy has taken me to 35 nations of the world to proclaim the gospel of Jesus Christ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ കൃപയാൽ 35 രാഷ്ട്രങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. I am blessed with a beautiful wife and 2 children. മനോഹരിയായ ഒരു ഭാര്യയും സുന്ദരമായ 2 കുഞ്ഞുങ്ങളെയും ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. My son is here. Ankit, baby, get up. This is my son Ankit Rambabu. ഇതാണ് എന്റെ മകൻ അങ്കിത് റാംബാബു. And he is just 15. At the age of 13 he came into full time ministry. അവൻ 13 വയസ്സുകാലം ആയപ്പോൾ അവൻ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു. ഇപ്പോൾ അവന് 15 വയസ്സ് പ്രായമുണ്ട്. He's a young evangelist preaching the gospel of Jesus Christ all over the world. ലോകത്തെമ്പാടും യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന യുവ സുവിശേഷകനാകുന്നു അവൻ. Just few days ago he came back up preaching in Dallas and in London. 2 cities he preached the gospel and came back. ഡല്ലസിലും ലണ്ടനിലും ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷം പ്രസംഗിച്ച ശേഷം 2 ദിവസം മുന്നാണ് ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയത്.
നൽകിയത്. And I'm so blessed to serve the Lord with my son. എന്റെ മകനോട് ചേർന്ന് കർത്താവിനെ സേവിക്കുന്നതിൽ ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. I have a daughter who is 5-year-old girl. എനിക്ക് 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. 10 years of difference between both my son and my daughter. എന്റെ മകനും മകൾക്കും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. And we as a family serve the Lord Jesus Christ. ഞങ്ങൾ കുടുംബ സമേതം യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു. Worship you, Jesus. Hallelujah. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനി ഉള്ള നാളുകൾ നിനക്കായി. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനി ഉള്ള നാളുകൾ നിനക്കായി. യേശുവേ, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനി ഉള്ള നാളുകൾ നിനക്കായി. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനി ഉള്ള നാളുകൾ നിനക്കായി. Yes, brother, what's your name? എന്താ പേര്? സത്യൻ. സജു സത്യൻ. What happened to you? എന്ത് സംഭവിച്ചെന്ന് പറയുമോ? 9 വർഷമായിട്ട് ചില വ്യക്തികൾ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 20 പേര് ചേർന്ന് എന്നെ അടിക്കുവാനായിട്ട് ഇടയായി. അത് മുഖാന്തരം എൻ്റെ ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഈ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തോ ഒരു വലിയൊരു ശക്തി എൻ്റെ മേലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ യേശു കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. 9 years ago you were beaten by people. How many people? 20 people beat him 9 years ago and he lost his hearing. 9 വർഷത്തിന് മുൻപ് 20ഓളം യുവജനങ്ങൾ ഈ സഹോദരനെ തല്ലിയത് മുഖാന്തരം തന്റെ ചെവിക്ക് ഒരു ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു. Which ear, brother? Okay, let me check. Put the finger in that ear. Like this, okay? Let me check it out. Brother, give the mic. Just hold the mic here. Can you hear me? Yes. 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 Come on, people, let's give the Lord a clap and praise the Lord. ഹല്ലേലൂയ. പേരെന്താ സഹോദര? ജോൺസൺ. What happened to you? എന്ത് സംഭവിച്ചു? ഇത് 6 മാസത്തിന് മുമ്പ് ഞാൻ പറമ്പില് തെങ്ങിന് കിളച്ചോണ്ടിരുന്ന സമയത്ത് 2 ചെവിയിൽ എന്തോ ഒന്ന് അടിച്ചങ്ങ് അടഞ്ഞുപോയി. അതിനുശേഷം പിന്നെ ചെവി രണ്ടും കേട്ടുകൂടായിരുന്നു. Which ear? 2 ചെവി കേൾക്കില്ലായിരുന്നു. 6 months ago he lost his hearing in both the ears. 6 മാസക്കാലത്തിന് മുൻപ് 2 ചെവിയുടെയും കേൾവി ശേഷി നഷ്ടപ്പെട്ടു. And today the Lord touched him, opened both the ears, he started hearing. ഇന്ന് കർത്താവ് 2 ചെവികളെയും തുറന്ന് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. Come on, people, give the Lord a clap and praise the Lord. കർത്താവിന് സ്തോത്രം അർപ്പിക്കുവിൻ. കേൾക്കാം. ഓ കേൾക്കാം. ഓ കേൾക്കാം. Come on, people, give the Lord a clap and praise the Lord. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം അർപ്പിക്കാം. What happened to you, sister? എന്ത് സംഭവിച്ചെന്ന് പറയുമോ? 2 വർഷം കൊണ്ട് ചുമ്മാ അങ്ങനെ അങ്ങ് ഒരു ചോർച്ചിലും കേൾവി കുറവായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഈ പ്രാർത്ഥനയിൽ നല്ല കേൾക്കാം. Kelkamo. കേൾക്കാം. Hallelujah. Hallelujah. Lord, thank you for healing her. I bless her in Jesus' name. Amen. Now what happened? Tell us. When I was studying at college, I fever caught, and after that, partly I could not. How many years ago? 25 years. Before 25 years, fever caught me, and partly I can't hear. Which year? Left ear. Left ear. 25 years ago. Turn that side. Close that other one, brother. Welcome.
കേൾക്കാം. ഓ കേൾക്കാം. Come on, let's give the Lord a clap and praise the Lord. What happened, auntie? സൗണ്ട് സ്ലോ ആയിട്ട് പറഞ്ഞാൽ കേൾക്കത്തില്ല, പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. അത് കേൾക്കാൻ പ്രയാസമാണ് രണ്ട് ചെവിയിലും. ഇയർഫോൺ വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ വെക്കാതെ ചെയ്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് She could not hear, so softly. Low hearing. She can't hear low. She must speak loudly. Okay, auntie, turn this side. Let me see now. Let me see. Yes. Can you hear me? Yes. Can you hear me? Yes. 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 Hallelujah. Hallelujah. Now auntie can hear even soft sounds. ഇപ്പോൾ ആന്റിക്ക് മൃദുവായി സംസാരിച്ചാലും കേൾക്കുവാൻ കഴിയുന്നു. So if her family people, be careful. If you thought all this she cannot hear, talk puss puss puss. Now if say puss puss also she will hear. Be careful. ആന്റിയുടെ കുടുംബാംഗങ്ങൾ സൂക്ഷിക്കണമേ. ഇതുവരെയും നിങ്ങൾ മൃദുവായി സംസാരിച്ചാൽ ആന്റി കേൾക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആന്റിക്ക് നല്ലോണം കേൾക്കാൻ കഴിയുന്നുണ്ട്. സൂക്ഷിച്ചുകൊള്ളുവിൻ. God bless you. I am so happy for you. Please go ahead. Hallelujah. പേരെന്താ നമ്മളെ? ആൻസി. എന്താ സംഭവിച്ചു? കുറച്ചു നാളായി എനിക്ക് ചെവി വേദന എടുക്കുന്നു. കുറച്ചു നാളായി ഈ ചെവി എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കേൾക്കാമോ? അവിടെ look that side. Turn that side means കേൾക്കാമോ മോളെ? Yes. 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 Perfectly healed. Come on, give the Lord a clap and praise the Lord. കർത്താവ് സമ്പൂർണ്ണമായ കേൾവി നൽകിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം അർപ്പിക്കാം. Tell what happened. സുമതി ജോർജ്. എനിക്ക് 2-3 വർഷം കൊണ്ട് ഞാനൊരു വീഴ്ചയിലായിരുന്നു. എനിക്ക് ഈ സൈഡ് എനിക്ക് അടിച്ചു വീണ ശേഷം എനിക്ക് ചെവിക്ക് കേൾവി കുറവായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥന ശേഷം എൻ്റെ ചെവി നല്ല ഓർമ്മയുണ്ട്, കേൾക്കുന്നുണ്ട്. She had a fall, she could not hear. Now you can hear. Come on people, give the Lord a clap and praise God. My name is Belsi Sakriya. 2 years back ഒരു ഹിറ്റ് കിട്ടി. പാർഷ്യലി കേൾക്കാം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓഡിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുക. ദൈവം എന്നെ വിടിവിച്ചിരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം. പൂർണ്ണ വിശ്വാസം മാത്രം പോരാ, കർത്താവ് അത് സംഭവിപ്പിച്ചിരിക്കുന്നു. ഈ ചെവി നടച്ചു വെക്കട്ടെ. ഏത് ചെവിക്കാ പ്രശ്നം? കേൾക്കാം 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 കേൾക്കാം. Hallelujah. Come on, give the Lord a clap. Hallelujah. വിശ്വസിക്കുന്ന ഇല്ല, സംഭവിച്ചു. വിശ്വസിച്ചാൽ മാത്രം പോരാ, സംഭവിച്ചിരിക്കുന്നു. 4 വർഷമായിട്ട് എൻ്റെ ചെവി അടപ്പായിട്ടാണ് ആദ്യം തോന്നുന്നത്. 4 വർഷമായി. 2007 ചെവിക്കകത്ത് അടപ്പ് പോലെ ഉണ്ടായി. പിന്നെ അതിനുശേഷം എപ്പോഴും തലയ്ക്കൊക്കെ വേദനയും തലയ്ക്ക് കുത്തിപ്പിരിപ്പും അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. Last 4 years. അങ്ങനെയായിരുന്നു ചികിത്സിച്ചത്. Now pain gone, you can hear. For 4 years she could not hear in the left ear. She had pain. Today pain gone, the ear also opened up. 4 വർഷക്കാലമായി ഇടത് ചെവിക്ക് കേൾവിയില്ലായിരുന്നു, മാത്രമല്ല വേദനയും ഉണ്ടായിരുന്നു. കർത്താവ് ചെവി തുറന്നു കൊടുത്തിരിക്കുന്നു, വേദനയും മാറിയിരിക്കുന്നു. Come on people, give the Lord a clap and praise the Lord. കർത്താവിന് സ്തോത്രം അർപ്പിക്കാം. 102-ാം സങ്കീർത്തനം 18 മുതൽ 22 വാക്യങ്ങൾ വരെ വായിക്കാം. Let this be written for a future generation, that a people not yet created may praise the Lord. The Lord looked down from his sanctuary on high. From heaven he viewed the earth to hear the groaning of the prisoners and release those condemned to death. So the name of the Lord will be declared in Zion and his praise in Jerusalem. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരൂശലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. Come on. Hallelujah. Hallelujah. You know, this is one of those fantastic scriptures that talks about the heart of God to me.
ദൈവത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ഹൃദ്യമായി എന്നോട് സംസാരിക്കുന്ന തിരുവചനമാകുന്നു ഈ സങ്കീർത്തന വാക്യം. The Bible says that our God is seated on a holy throne in heaven. സ്വർഗ്ഗത്തിൽ വിശുദ്ധമായ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു എന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു. If there is any place more beautiful in the whole world or anywhere, that's heaven. ലോകത്തിലുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് സ്വർഗം തന്നെ. What a beautiful place heaven is. സ്വർഗം എന്നത് എത്ര സൗന്ദര്യമായ സ്ഥലം. Roads made of gold. ആ തെരുവുകളൊക്കെയും സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്നു. No holes anywhere. ഒരിടത്തും തന്നെ ഒരു സുഷിരവും കാണുവാനില്ല. No speed breakers anywhere. ഒരിടത്തും സ്പീഡ് ബ്രേക്കേഴ്സിന്റെ ആവശ്യമില്ല. And beautiful gates. Each gate is made of one pearl. മനോഹരമായ പവിഴങ്ങൾ കൊണ്ട് അവിടെയുള്ള വാതിലുകളൊക്കെയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. Just imagine one gate is made of one pearl. ഒരു വാതിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പവിഴം കൊണ്ട് ആകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുമേ. What a beautiful place heaven is. Hallelujah. സ്വർഗ്ഗം എന്നത് എത്ര മനോഹരമായ സ്ഥലം. ഹല്ലേലൂയ. And the Bible says വേദപുസ്തകം പറയുന്നു God lives in that beautiful place. ആ മനോഹര വാസസ്ഥലത്ത് ദൈവം വസിക്കുന്നു എന്ന് വേദപുസ്തകം He പറയുന്നു. has a beautiful throne. ദൈവത്തിന് മനോഹരമായ സിംഹാസനമുണ്ട്. Surrounded by a rainbow. അത് മനോഹരമായ വലയം തീരിക്കുന്ന ഒരു റെയിൻബോ ആകുന്നു. Angels worshiping him. ദൂതഗണങ്ങളൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നു. Elders throwing their crowns at his feet. ദൂതഗണങ്ങളൊക്കെയും പാദത്തിൽ വീണ് ചുംബിക്കുന്നു. No sorrow. അവിടെ സങ്കടം ഇല്ല. No pain. അവിടെ വേദനയില്ല. No sickness. അവിടെ രോഗം ഇല്ല. No tears. അവിടെ ഭയം ഇല്ല. No problem. അവിടെ പ്രശ്നങ്ങളില്ല. No getting old. അവിടെ പ്രായമാകുന്നില്ല. What a beautiful place heaven is. സ്വർഗ്ഗം എന്നത് എത്ര സുന്ദരമായ സ്ഥലമാകുന്നു. Hallelujah. 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 And God lives in that beautiful place. ദൈവം ആ മനോഹര സ്ഥലത്ത് വസിക്കുന്നു. I want to ask you some question. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. Imagine you have a beautiful house. നിങ്ങൾക്ക് മനോഹരമായ ഭവനം ഉണ്ടായിരിക്കട്ടെ. It's a palace. അതൊരു കൊട്ടാരം പോലെ. You got all imported goods in the house. ആ ഭവനത്തിനുള്ളിൽ ധാരാളം നല്ല സംഗതികളുണ്ട്. Air conditioners. എയർ കണ്ടീഷണറുകളുണ്ട്. Everything is beautiful. എല്ലാം മനോഹരമായിരിക്കുന്നു. And then right beside your house, നിങ്ങളുടെ ഭവനത്തിന് സമീപത്ത് there is a dirty slum where gutter is there, where pigs are rolling. അവിടെ ഒരു ചെരി പ്രദേശമുണ്ട്. അവിടെ ധാരാളം പന്നികൾ വസിക്കുന്നു. And there one small hut is there. അവിടെ ഒരു ചെറിയ കുടിൽ ഉണ്ട്. Somebody living there. ആരോ അവിടെ വസിക്കുന്നു. Now my question to you, എന്റെ ചോദ്യം നിങ്ങളോട് when ഇതാകുന്നു. you live in a beautiful house like that, ഇതുപോലുള്ള സുന്ദരമായ ഒരു ഭവനത്തിൽ നിങ്ങൾ വസിക്കുമ്പോൾ will you look at the dirty side or will look at the beauty of your house? നിങ്ങൾ ആ മോശപ്പെട്ട അവസ്ഥയുള്ള ചേരി പ്രദേശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമോ, സുന്ദരമായ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമോ? We would love our beautiful house and we think, look at how dirty it is. Thank God for what I have. നമുക്ക് നമ്മുടെ മനോഹരമായ ഭവനമുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് നോക്കാതിരിക്കും. But you know what? എന്നാൽ അറിയുമോ, the Bible says വേദപുസ്തകം പറയുന്നു that God seated in such a beautiful place in heaven, സ്വർഗ്ഗത്തിൽ എത്ര മനോഹരമായ സ്ഥലത്ത് ഇരിക്കുന്ന ദൈവം, sitting on the throne, ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, where no pain, no tears, no sickness, no problems, യാതൊരു പ്രശ്നമില്ല, വേദനയില്ല, സങ്കടമില്ല, ദുഃഖമില്ലാത്ത സ്ഥലത്ത് sitting there, അവിടെ ഇരിക്കുമ്പോൾ the Bible says വേദപുസ്തകം പറയുന്നു God is not looking at the beauty of heaven. ദൈവം സ്വർഗ്ഗത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ടിരിക്കുകയല്ല. The Bible says വേദപുസ്തകം പറയുന്നു sitting on the throne in heaven, സ്വർഗ്ഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ God is looking down on the earth. ദൈവം താഴേക്ക് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. He is not looking at the beauty of heaven and telling the angels, wow, kando, etra manoramai, road kando, gate kando, look at that. No. ദൈവം കണ്ടോ, ഗേറ്റ് കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, മനോഹരമായിരിക്കുന്നല്ലോ എന്ന് സ്വർഗ്ഗത്തിലുള്ള സംഗതികൾ പറഞ്ഞ് സന്തോഷിക്കുകയല്ല. Bible says sitting in the throne in heaven, he looked down on the earth. വേദപുസ്തകം പറയുന്നത് സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് താഴേക്ക് നോക്കുന്നു. I will ask you a question. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. How many of us love heaven? നിങ്ങൾ എത്ര പേരാണ് സ്വർഗ്ഗത്തെ കുറിച്ച് ഇഷ്ടപ്പെടുന്നത്? People who love heaven, can I see the hand up? Come on, lift your hands, come on. കരങ്ങളും ചലിപ്പിക്കുന്നു. Hallelujah. Hallelujah. You know something? നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? I never found in the Bible God loved heaven. ദൈവം സ്വർഗ്ഗത്തെ സ്നേഹിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും കണ്ടില്ല. Bible says God so loved the world. വേദപുസ്തകം പറയുന്നു ദൈവം ലോകത്തെ അധികമായി സ്നേഹിച്ചു എന്ന്.
Hallelujah. Hallelujah. God never loved heaven. ദൈവം ഒരിക്കലും സ്വർഗ്ഗത്തെ സ്നേഹിച്ചില്ല. God loves the earth. ദൈവം ഭൂമിയെ You സ്നേഹിക്കുന്നു. know why? എന്തുകൊണ്ടെന്നറിയുമോ? It is on the earth you and I are living. കാരണം എന്നറിയുമോ? നിങ്ങളും ഞാനും ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ആകുന്നു. Jesus says, where your treasure is, there your heart will be. യേശു പറയുന്നതോ, എവിടെ നിങ്ങളുടെ നിക്ഷേപമോ അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കും. The creation, we are the treasure of God. Therefore, His heart is upon the earth. സൃഷ്ടിയാകുന്ന നാം ആകുന്നു ദൈവത്തിന്റെ നിക്ഷേപം, അതുകൊണ്ട് നമ്മിലാകുന്നു ദൈവത്തിന്റെ ഹൃദയം. Can I hear a loud amen? ആമേൻ. Sitting on the heaven, സ്വർഗ്ഗത്തിൽ ഇരുന്നു കൊണ്ട് He is looking at the earth. ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു. Why is He looking at the earth? എന്തുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു? Not to find some sinner, some drunkard, some murderer and hit him to death. ഏതെങ്കിലും മദ്യപാനിയോ ഏതെങ്കിലും പാപിയോ കൊലപാതകനെ കണ്ടിട്ട് അവനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. What Bible says, വേദപുസ്തകം പറയുന്നു, sitting on the throne, സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് God looked down on the earth. ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു. Why? എന്തുകൊണ്ട്? To hear the groanings of the prisoners and to set the captives free. ബന്ധിതരായിരിക്കുന്നവരുടെ കണ്ണുനീരുകളെ കണ്ടിട്ട് ദീനാരോധനകൾ കണ്ട് അവരെ വിടുവിക്കേണ്ടതിനായി. Hallelujah. 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 Why? എന്തുകൊണ്ട്? He wants to set the captives free so that His name will be declared. ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്നത് മുഖാന്തരമായി കർത്താവിന്റെ നാമം ഘോഷിക്കപ്പെടുവാൻ കർത്താവ് നോക്കുന്നു. His name is not declared when you are in bondage. നിങ്ങൾ ബന്ധിതരായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമം ഘോഷിക്കപ്പെടുന്നില്ല. His name is not declared when you are broken. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ കർത്താവിന്റെ നാമം ഘോഷിക്കപ്പെടുന്നില്ല. His name is not declared when you are sick in your body. നിങ്ങൾ ശരീരത്തിൽ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നില്ല. His name is declared when the captives are set free. ബദ്ധന്മാർ വിടുവിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ നാമം ഘോഷിക്കപ്പെടുന്നു. Can I hear a loud amen? ആമേൻ. Tonight I want to tell you, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. this God Almighty, ഈ സർവ്വശക്തനായ ദൈവം seated on the throne in heaven, സ്വർഗ്ഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ He is not looking at heaven. കർത്താവ് സ്വർഗ്ഗത്തെ നോക്കുകയല്ല. His eyes are upon Salvation Army ground in Kaudiyar in Trivandrum. തിരുവനന്തപുരത്തെ സാൽവേഷൻ ആർമി ഈ ഗ്രൗണ്ടിലേക്ക് കർത്താവിന്റെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നു. Hallelujah. 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 You know, there was a family in one town. ഒരു പട്ടണത്തിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. Husband, wife and children. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങൾ. They loved each other very much. അവർ അന്യോന്യം വളരെയധികം സ്നേഹിച്ചിരുന്നു. And one day, ഒരു ദിവസം suddenly some changes started coming in the husband's life. ഭർത്താവിന്റെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെയും വേഗത്തിൽ വരുവാൻ തുടങ്ങി. He started acting mad. അവൻ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങി. He started removing his clothes and running out. വേഗത്തിൽ അവന്റെ വസ്ത്രങ്ങളൊക്കെയും എടുത്തു മാറ്റും. So every time they brought him, put the clothes, he removed the clothes and ran out again. ഓരോ സന്ദർഭത്തും അവർ വസ്ത്രങ്ങൾ കൊണ്ട് അവൻ അണിയിക്കുമ്പോൾ വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് ഓടിക്കളയും. And slowly the problem increased. സാവകാശത്തിലെ പ്രശ്നം വർദ്ധിക്കുവാൻ തുടങ്ങി. He started injuring others. He started injuring himself. അവൻ മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുവാൻ തുടങ്ങി. അവൻ സ്വയം മുറിവേൽപ്പിക്കുവാൻ തുടങ്ങി. So the village people said, "Is a danger to village." അതുകൊണ്ട് ഗ്രാമവാസികൾ പറഞ്ഞു, ഈ ഗ്രാമത്തിന് തന്നെ ഇതൊരു ഉപദ്രവമല്ലേ. So they tied him with chains. അതുകൊണ്ട് അവനെ അവർ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. What they did not know was, അവർക്ക് എന്ത് അറിഞ്ഞുകൂടാതിരുന്നു, he was not having some problems physically. അവന് ശാരീരികമായിട്ടല്ല അവന്റെ പ്രശ്നങ്ങൾ ആയിരുന്നത്. He had demons entering inside. അവന്റെ ശരീരത്തിനുള്ളിൽ ഭൂതബാധ പ്രവേശിച്ചിരുന്നു. So they thought they can keep him with chains. അതുകൊണ്ട് അവർ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചപ്പോൾ, but he used to break the chains. ആ ചങ്ങലകളൊക്കെ അവൻ മുറിച്ചു കളയുമായിരുന്നു. And remove the clothes. വസ്ത്രം എടുത്തു മാറ്റുമായിരുന്നു. Run around on the streets. അവൻ തെരുവുകളിലേക്ക് ഓടുമായിരുന്നു. One day, ഒരു ദിവസം he left the home. അവൻ ഭവനം വിട്ടു. He ran away. അവൻ ഓടിക്കളഞ്ഞു. Now listen to me. എന്നെ കേൾക്കുവിൻ. Probably he was a married man. അവൻ വിവാഹിതനായിരുന്നിരിക്കാം. He had a wife and children. അവൻ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നിരിക്കാം. You know, the children is to the other children is to come to his children. മറ്റ് കുഞ്ഞുങ്ങളൊക്കെയും ഈ മനുഷ്യന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. Hey, we saw your daddy yesterday. ഹേയ്, നിന്റെ പിതാവിനെ ഞങ്ങൾ കണ്ടല്ലോ. He was naked. അവൻ നഗ്നനായിരുന്നു. We were all throwing stones at him. We were all spitting on him. ഞങ്ങളെല്ലാം അവന്റെ മേൽ തുപ്പി, ഞങ്ങൾ കല്ലുകൾ വാരി എറിഞ്ഞു. Oh, we had fun looking at your daddy walking naked on the road. തെരുവിലൂടെ നിന്റെ പിതാവ് നഗ്നനായി നടക്കുന്നത് കാണുവാൻ തമാശ തന്നെ. The woman told his wife. ആ ആളുകൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, Oh, we saw your husband naked on the road. തെരുവിൽ നിന്റെ ഭർത്താവ് നഗ്നനായി നടക്കുന്നത് ഞങ്ങൾ കണ്ടു. You know, imagine the condition of the family. ആ
കുടുംബത്തിന്റെ അവസ്ഥയെ നിങ്ങൾ ഒന്ന് ഊഹിച്ചു നോക്കുക. Maybe people are telling you, we saw a husband drunk fall on the roadside. ആ സ്ഥലത്ത് കിടക്കുന്ന ഭർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കാം. Maybe people are telling, oh, your daddy, we saw him drunk fall on the roadside. അനേകം ആളുകൾ പറയാൻ തുടങ്ങി, നിന്റെ ഭർത്താവ് നിന്റെ പിതാവ് മദ്യപിച്ച് ആ സ്ഥലത്ത് കിടക്കുന്നു. Oh, we saw your daddy there. നിന്റെ പിതാവിനെ ഞങ്ങൾ അവിടെ കണ്ടു. We saw your son drunken on the roadside. നിന്റെ മകനിതാ അവൻ മദ്യപിച്ച തെരുവിൽ ഞങ്ങൾ കണ്ടു. You know, when you go through the family breaking, it breaks your heart. അങ്ങനെ കുടുംബത്തിന്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയം പോലും തകർന്നു പോകുന്നു. There is no other pain than having a broken home. തകർന്ന ഒരു കുടുംബത്തെ പോലെ മറ്റ ഒരു തകർന്ന അവസ്ഥയും ജീവിതത്തിൽ ഇല്ല. Many people look outside very happy, അനേകം ആളുകൾ പുറമേ കാണാൻ വളരെ സന്തോഷമായി കാണപ്പെടും, but scared to go back home. എന്നാൽ അവർക്ക് ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ ഭയമുണ്ട്. Why a broken home? എന്തുകൊണ്ട്? തകർന്ന കുടുംബം, Problems in the house. കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. You know, one day one lady told her husband. ഒരു ദിവസം ഒരു സ്ത്രീയെ തന്റെ ഭർത്താവിനോട് പറഞ്ഞു. She said to her husband, what do you say? What is it Malayalam? What is husband? What do they call them? ഭർത്താവ്. Illa bhartavo illa. At home, what do they call them? ചേട്ടാ. Huh? ചേട്ടാ. Cheta. ചേട്ടാ. Cheta. Okay. The wife went to husband and said, Cheta, Cheta. ഭാര്യ പോയി ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ. ഒരു മെസ്സേജ് അറിയാമോ, ഒരു ഇൻഫർമേഷൻ അറിയാമോ, ഒരു വാർത്ത അറിയാമോ, ഒരു സന്ദേശം അറിയാമോ? Husband said, എന്താ അത്? ഭർത്താവ് ചോദിച്ചു, എന്താണത്? Wife said, ഭാര്യ പറഞ്ഞു, ചേട്ടാ, ചേട്ടാ, I heard സ്വർഗത്തിലെ they will not allow husband and wife to live together. സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കില്ല എന്നതാണ് വർത്തമാനം. Do you know, ചേട്ടാ? ചേട്ടാ അറിയുമോ? Preacher preached that in heaven husband and wife are not allowed to live together. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് സ്വർഗത്തിൽ വസിക്കുവാൻ അനുവദിക്കയില്ല എന്ന പ്രസംഗകൻ പറഞ്ഞു. Husband said, ഭർത്താവ് പറഞ്ഞു, that is why they call it heaven. അതുകൊണ്ടാണ് അതിനെ സ്വർഗം എന്ന് വിളിക്കുന്നത്. Many people think, that will be the heaven. അനേകം ആളുകൾ വിചാരിക്കുന്നത് അതായിരിക്കും സ്വർഗമെന്ന്. Broken families. തകർന്ന കുടുംബങ്ങൾ. Look at this family. ഈ കുടുംബത്തെ നോക്കുവിൻ. Husband and wife separated. ഭർത്താവും ഭാര്യയും വേർപെട്ടു. And this man left the house. ഈ മനുഷ്യൻ ആ ഭവനം വിട്ടുപോയി, ran away. അവൻ ഓടിക്കളഞ്ഞു. And he started living among the tombs. അവനിതാ കല്ലറകൾക്കിടയിൽ വസിക്കുന്നു. He used to take the stones, അവൻ കല്ലുകളെ എടുക്കും, cut his body, തന്റെ ശരീരത്തെ ചൊറിയും, run around screaming. അവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കും. The man who was supposed to live in the society, സമൂഹത്തിൽ വസിക്കുവാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ, the man who was created to live in the family, കുടുംബത്തിനുള്ളിൽ വസിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, the man who was created to live among the living, ജീവിച്ചിരിക്കുന്നവരുടെ മധ്യേ വസിക്കുവാൻ വിളിക്കപ്പെട്ടവൻ, now he is living among the dead. ഇപ്പോൾ